ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു തായ്ലൻഡ് ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല. ഞാൻ വിചാരിച്ചു മലേഷ്യയിൽ പോയിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാമെന്നാണ്. പക്ഷെ മലേഷ്യയിൽ വന്നപ്പോൾ ഭയങ്കര റേറ്റ്. എന്ന് വെച്ചാൽ തായ്ലൻഡിൽ നമ്മൾ കണ്ട സാധനങ്ങളുടെയൊക്കെ 2 ഇരട്ടി വില കൊടുക്കണം നമ്മൾ മലേഷ്യയിൽ നിന്ന് മേടിക്കണമെങ്കിൽ. അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ചെറിയൊരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് സാധനങ്ങൾ. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ 3 പേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. 2 എണ്ണം ബോയ്സിനുള്ളതും 1 എണ്ണം എനിക്ക് വേണ്ടിയിട്ടുവാ. ഇത് കണ്ടോ, ഡ്രാഗൻ്റെ 2 തല ആക്ച്വലി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നേക്കുന്നത്, ഒരു മെറ്റലിൽ ചെയ്തേക്കുന്നതാ. ഇത് ഒറിജിനൽ ലെതറൊന്നുമല്ല, പക്ഷേ ഇത് ഒറിജിനൽ ലെതറാണ് കേട്ടോ. ഇത് നമുക്ക് കത്തിച്ചൊക്കെ അവർ കാണിച്ചു തന്നു. 800 ബാത്ത് എങ്ങാണ്ട് അവർ പറഞ്ഞു. പക്ഷേ വില പേശി 250 ബാത്തിന് ഞങ്ങൾ മേടിച്ചതും കേട്ടോ. ഡ്രാഗൻ്റെയൊക്കെ ഇത് നല്ല രസം, ക്വാളിറ്റി ഉണ്ട് ഇതിന്. നോർമൽ പേഴ്സ്. പിന്നെ ഇത് നമ്മൾ ഇടയ്ക്ക് ഹാത്യായോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് പോയായിരുന്നു. അപ്പം അവിടെ നിന്ന് മേടിച്ചത് കേട്ടോ. ഇത് രണ്ടും അവിടെ നിന്നാണ് മേടിച്ചത്. ഇതൊരു ഈഗിളിൻ്റെ പിക്ചറൊക്കെയുള്ള 1985 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു നോർമൽ പേഴ്സ്. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാൻ 3 എണ്ണം മേടിച്ചു. ഇതെന്ന് പറയുമ്പോഴത്തേനും തായ്ലൻഡിൻ്റെ മാപ്പ്. അപ്പം ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് ആനയുടെയൊക്കെ പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഓട്ടോ, തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ ടുക്കിൽ കയറി ഒരു സവാരി നിർബന്ധമാണ്. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് മേടിച്ചു. പിന്നെ ഞങ്ങൾ ക്രാബിൽ പോയി. അപ്പോൾ ക്രാബിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. അങ്ങനെ 3 ഇത് മേടിച്ചു. പിന്നെ ഇങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് കേട്ടോ. ഇത് ഭയങ്കര ലാഭത്തിനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 20 ബാത്ത് എങ്ങാണ്ടേ ഉള്ളൂ. ഈ സെയിം സാധനം മലേഷ്യയിൽ ഭയങ്കര റേറ്റാണ് കേട്ടോ. എത്രയാ, 20 RM, അതായത് 400 രൂപയുടെ അടുത്ത് വരും. പക്ഷേ ഇത് ഞങ്ങൾക്ക് 20 ബാത്തിന് തായ്ലൻഡിൽ നിന്ന് കിട്ടി. ഒരെണ്ണേ വെച്ച് മേടിച്ചുള്ളൂ. പിന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടായി, 2-3 എണ്ണമൊക്കെ മേടിക്കേണ്ടായിരുന്നത്. പിന്നെ സൂപ്പൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു സ്പൂണായത്. ഇത് സെറാമിക്കിൻ്റെ ആണ് കേട്ടോ. ഒരു ബ്ലൂ കളർ തീമിൽ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേനും നൂഡിൽസൊക്കെ കഴിക്കുമ്പോഴത്തേനും ഇത് ഉപയോഗിക്കാം. നൂഡിൽസിൽ ഇങ്ങനെ സൂപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതൊരു കുഞ്ഞു ബൗള്, ഒരു ബ്ലൂ കളർ. ഇത് നല്ല രസമെന്ന് തോന്നി മേടിച്ചാൽ. പിന്നെ തായ്ലൻഡിൽ ഇറങ്ങിയത് മുതലേ ഞാൻ തപ്പുന്നൊരു സാധനമായിരുന്നു കേട്ടോ ഈ ആനക്കുട്ടൻ. വൈറ്റ് കളറാണ് ഞാൻ നോക്കിക്കൊണ്ട് കിടന്നത്. പിന്നെ ഞങ്ങൾ ഏതൊരു മാർക്കറ്റിൽ നിന്നായിരുന്നു മേടിച്ചത്. ഒരു വൈറ്റും ഈ ഒരു ബ്ലാക്കും മേടിച്ചു. പിന്നെ ഇത് തടിയിലുള്ളൊരു ആനയാണ് കേട്ടോ. ഇതിൻ്റെ കൊമ്പ് നമുക്കിങ്ങനെ ഊരിയെടുക്കാനൊക്കെ പറ്റും. കൊമ്പ് പ്ലാസ്റ്റിക്കിൻ്റെ, ഒറിജിനലൊന്നുമല്ല. അങ്ങനെ ഇത് നല്ല രസമുണ്ട്. ഇത് ഇച്ചിരി കാശായതാ കേട്ടോ. ഈ ഒരു കീച്ചേര് മേടിച്ചത് ഞാൻ കാണിച്ചെടുത്തില്ല എന്തോ അത്. പിന്നെ ഇത് മേടിച്ചതൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ക്രാബി പോയല്ലോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഐലൻഡ് ടൂർ ചെയ്തായിരുന്നു, ഫിഫി ഐലൻഡൊക്കെ. അപ്പോൾ ആ ഐലൻഡിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്ത കോറൽസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് എയർപോർട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. അലൗഡ് ആണോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും ചുമ്മാ ഞാനിങ്ങനെ എടുത്തു. എയർപോർട്ടിൽ നിന്ന് അവരിത് പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കളയാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കോറലിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ശംഖ് ഇതിൻ്റെ അകത്ത് പെട്ടുപോയി. പക്ഷേ നല്ല രസമുണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 ശംഖും ഇത്രയേ ഉള്ളൂ. പിന്നെ തായ്ലൻഡിൽ നിന്ന് ബോഡി പെയിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. RCN അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഇത് 7-Eleven നിന്ന് മേടിച്ചത്. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. അവിടെ നല്ല സാധനം കിട്ടും എന്നറിഞ്ഞിട്ട് മേടിച്ച. പിന്നെ കുറച്ച് സ്നാക്സ് ഞാൻ മേടിച്ചായിരുന്നു. കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടേ. എന്നിട്ട് നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതിടാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ഞാൻ മേടിച്ചുള്ളൂ. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ടാറ്റാ.